ടിയാൻ ടോക്ക് ചോദിക്കുന്നു, മിണ്ടാട്ടമില്ലേ മന്ത്രിക്ക്? നൌഷാദ് അലിയാണ് കോൺഗ്രസ് പ്രതിനിധിയായി എത്തിയിരിക്കുന്നത്. ജിതിൻ ദേവ് BJP പ്രതിനിധിയായും ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ജിതിൻ ദേവിലേക്ക്. ജിതിൻ, ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക്, ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് ഉയർന്നിരിക്കുന്ന ഈ വിഷയങ്ങളിൽ, വിവാദങ്ങളിൽ എന്തിനാണ് ഇത്ര മൗനം? അദ്ദേഹമല്ല അത് പ്രതികരിക്കേണ്ടത്. നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയാണ്. സുരേഷ് ഗോപി വ്യക്തിപരമായി ഏതെങ്കിലും ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അവിടെ വോട്ട് ചേർത്തു എന്നുള്ളതല്ല. നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത്, മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആരോപണം ഉന്നയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്തോ വലിയ തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തു, കള്ളവോട്ട് ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ ആരോപണം. അദ്ദേഹത്തിന്റെ അനുജനെതിരെയും ആരോപണം വന്നിട്ടുണ്ടല്ലോ, കുടുംബാംഗങ്ങൾക്കെതിരെയും ആരോപണം വന്നിട്ടുണ്ടല്ലോ. പറയാം. മാധ്യമങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന തലത്തിൽ നിശ്ചയിക്കപ്പെട്ട നേതാക്കന്മാർ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ എല്ലാ ചാനലുകളിലും കൃത്യമായി വന്നിരുന്ന പാർട്ടിയുടെ വക്താക്കന്മാർ പ്രതികരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒട്ടും കഴമ്പില്ലാത്ത ഒരു ആരോപണം, ഒരു തരത്തിലും യാതൊരു തരത്തിലൊരു മെറിറ്റും നമുക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഒരു ആരോപണം, ആ ആരോപണം മുൻനിർത്തിക്കൊണ്ട് കുറച്ചു കാലം മാധ്യമങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടറായിട്ട് സുരേഷ് ഗോപിയെ മാറ്റുവാനായിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഗൂഢാലോചനയുടെ പുറകിൽ? കേരളം ചർച്ച ചെയ്യേണ്ട ധാരാളം വിഷയങ്ങൾ ഇന്ന് ഈ കേരളത്തിലുണ്ട്. കേരളത്തിൽ കോതമംഗലത്ത് ഒരു പെൺകുട്ടിയെ മതം മാറാൻ നിർബന്ധിച്ച് ലവ് ജിഹാദ് വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ കൊട്ടാരക്കരയിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. വെളിച്ചെണ്ണ വില റോക്കറ്റ് പോലെ കുതിച്ചു കയറുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ അഴിമതികളും കെടുകാര്യസ്ഥതയും വികസനമൊരെടുപ്പും വികസനമില്ലായ്മയും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. ഇങ്ങനെ CPM മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ച ഒരാരോപണത്തിന് ഒരുപറ്റം മാധ്യമ പ്രവർത്തകർ അത് ഏറ്റുപിടിച്ചപ്പോൾ എന്തോ ജനങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? എവിടെയാണ് ഇത് കള്ളയോട്ടായി മാറുന്നത്? ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചികഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ജില്ലയിൽ പത്തനാപുരത്ത് നിങ്ങൾ ഇന്ന് മന്ത്രിയായിട്ടിരിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിന്, അദ്ദേഹത്തിന് കൊട്ടാരക്കര നഗരസഭയിൽ ക്രമ നമ്പർ 22 അദ്ദേഹത്തിന് വോട്ടുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. വോട്ടുണ്ട്. അദ്ദേഹത്തിന് പത്തനാപുരം പഞ്ചായത്തിൽ വോട്ടുണ്ട്. എന്താ നിങ്ങളിത് ചർച്ച ചെയ്യുന്നില്ല? ഇത് രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾക്കും അദ്ദേഹത്തിന്റെ മരുമകൾക്കും ചെന്നിത്തലയിലെ പഞ്ചായത്തിലും ഹരിപ്പാട് നഗരസഭയിലും വോട്ടുണ്ട്. എന്ത് ചർച്ച ചെയ്യുന്നില്ല? സജി ജോസഫ് എന്ന് പറഞ്ഞ ഇരിക്കൂർ MLAക്ക് 2 വോട്ടുണ്ട്. ചർച്ച ചെയ്യുന്നില്ല. ആകെ പറഞ്ഞോളൂ. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സുരേഷ് ഗോപിയിലേക്കാണല്ലോ ലക്ഷ്മി. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സുരേഷ് ഗോപിയിലേക്കാണ്. എനിക്കറിയാം സുരേഷ് ഗോപിക്കെതിരെയല്ലേ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒരു പരാതി കഴിഞ്ഞ ദിവസം സമർപ്പിക്കപ്പെട്ടത്, പറയൂ. തുടക്കം മുതൽ ഈ പരാതി ഉയരുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണല്ലോ. അപ്പോൾ ഉറപ്പായും ആ ചർച്ച തൃശൂരിൽ കേന്ദ്രീകരിക്കുന്നത് സ്വാഭാവികമല്ലേ? മാത്രമല്ല, ഞങ്ങൾ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ തൃശൂരിലത്തെ ഫ്ളാറ്റുകളിലാണ് ഈ ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞത്. തീർച്ചയായും മറ്റിടങ്ങളിൽ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സമാനമായ പരാതി വന്നിട്ടുണ്ട്. ഇവിടെ സുരേഷ് ഗോപി അല്ലല്ലോ സ്ഥാനാർത്ഥി, ഇവിടെ സുരേഷ് ഗോപി അല്ലല്ലോ വിജയിയായത്. കൊച്ചിയിൽ സമാനമായ പരാതി വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്കെതിരെ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. സമാനമായ കാര്യം, ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഈ രീതിയിൽ കൂട്ടത്തോടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നുള്ള ആരോപണം വന്നിട്ടുണ്ട്, പരാതി വന്നിട്ടുണ്ട്, മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. ഇല്ല മാഡം, നിങ്ങൾ പരിശോധിക്കുന്നില്ല. ഓഗസ്റ്റ് മാസം 7-ാം തീയതി നിങ്ങളിപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് മുമ്പ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഒരു ഡാറ്റ വെച്ചിട്ട്, രാഹുൽ ഗാന്ധി കാണിച്ചതുപോലെ കള്ള ഡാറ്റയല്ല, കള്ളത്തരമല്ല പറഞ്ഞത്, കൃത്യമായ ഡാറ്റ വെച്ച് 2,76,000-ഓളം ഇരട്ട വോട്ടുകൾ ഈ സംസ്ഥാനത്തുണ്ട്. ഞങ്ങൾക്ക് എവിടുന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്ന സോഫ്റ്റ് കോപ്പി ഒന്നും കിട്ടിയില്ല. കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ തന്ന ഹാർഡ് കോപ്പി പരിശോധിച്ച് 2,76,000 ഇരട്ടവോട്ട് ഉണ്ട് എന്ന് അനൂപ് ആന്റണി ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ച് പറഞ്ഞില്ലേ? എന്തേ ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ? ഭീമാപ്പള്ളി ഒരു ഉദാഹരണം ഞാൻ പറയാം. 9,300-ൽ താഴെ മാത്രം നിജപ്പെടുത്തിയ ജനസംഖ്യയുള്ളത് 16,000 വോട്ട് ചേർത്തിരിക്കുന്നു. ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. താങ്കളുടെ കൈവശമുള്ള ഏത് പരാതിയും അതിന് ഞങ്ങളെ സംബന്ധിച്ച് കൊടിയുടെ നിറം നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ക്രമവിരുദ്ധമായി വോട്ടർ പട്ടികയിലേക്ക് ആളെ ചേർക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായും വാർത്ത ചെയ്യും. അതിനെന്താണ് തടസ്സം? താങ്കളുടെ കൈവശമുള്ള തെളിവുകൾ തരൂ, നമുക്ക് പരിശോധിക്കാം അത്തരം കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ ആദ്യം ചോദിച്ചതിലേക്ക് വന്നാൽ, സുരേഷ് ഗോപി ഈ മൗനം തുടരുന്നത് പാർട്ടി നിർദ്ദേശിച്ചിട്ടാണോ?
സുരേഷ് ഗോപിയെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ആളാണോ? സുരേഷ് ഗോപിയെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് പരിചയമില്ലാത്ത ആളാണോ? സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ലേ? സുരേഷ് ഗോപി ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ലേ? എത്രയോ ആൾക്കാരുടെ ജീവന്, എത്രയോ ആൾക്കാരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നു കൊടുത്ത വ്യക്തിയല്ലേ ശ്രീ സുരേഷ് ഗോപി? സുരേഷ് ഗോപി നിങ്ങൾ ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെടുന്ന ന്യായമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പുറകെ നിന്നിട്ടുണ്ടോ? എത്രയോ തവണ കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ, യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ സുരേഷ് ഗോപി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ പറഞ്ഞ വാർത്തകൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെട്ട വ്യക്തിയല്ലേ? പിന്നെ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ന്യൂസ് മലയാളം എന്ന് പറയുന്ന മാധ്യമത്തെ മാത്രമല്ല പറയുന്നത്, കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിന്റെ ഭാഗമായിട്ട്, ഇത്തരത്തിലുള്ള മത്സരത്തിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ബ്രെഡ് ആൻഡ് ബട്ടർ ഭക്ഷിക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ മേഡം, നമ്മുടെ രാജ്യത്ത് ജനപ്രാതിനിധ്യ നിയമമുള്ള സ്ഥലമല്ലേ? ഇവിടെ കരട് പട്ടിക ഇപ്പോൾ ഇന്നലെ ഓഗസ്റ്റ് മാസം 12-ാം തീയതി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം കഴിഞ്ഞു. അതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ കരട് പട്ടിക തന്നു. ആ കരട് പട്ടിക പഠിച്ച് അതിനകത്ത് എവിടെയൊക്കെയാണോ വോട്ടില്ലാത്തത്, വോട്ടുള്ളതെല്ലാം നോക്കി മനസ്സിലാക്കി വോട്ടില്ലാത്ത ആൾക്കാരെ നമ്മൾ പുതുതായി ചേർത്തു, മരണപ്പെട്ടവരെ നമ്മൾ ഒഴിവാക്കി, താമസം മാറിപ്പോയവരെ ഒഴിവാക്കി. ഇങ്ങനെ വിശദമായ രീതിയിൽ BJP ഈ വർക്ക് കഴിഞ്ഞ ഒരു 10-20 ദിവസക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സാഹചര്യം തന്നെയല്ലേ 2024 ഇലക്ഷന് മുമ്പ് തൃശ്ശൂർ നടന്നത്? തൃശ്ശൂർ ഇലക്ഷൻ കമ്മീഷൻ പട്ടിക കൊടുത്തില്ലേ? അവസാനമല്ലേ 2024 ഫൈനൽ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്? ആ വോട്ടർ പട്ടികയിലല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്? എന്തുകൊണ്ട് ആ വോട്ടർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞോളൂ. ഞാൻ ലക്ഷ്മി, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ തട്ടിപ്പുകൾക്കൊക്കെ ഒരു പശ്ചാത്തലം ഒരുങ്ങിയതിൻ്റെ ഒരു വിവരണങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ 2023 അദ്ദേഹത്തോട് നിർത്താൻ പറയണം. ലക്ഷ്മി, അദ്ദേഹത്തോട് നിർത്താൻ പറയണം. ജിതിൻ സംസാരിക്കാം, അങ്ങയുടെ അവസരം അദ്ദേഹത്തോട് നിർത്താൻ പറയണം. ലക്ഷ്മി, ഞാൻ അങ്ങോട്ടേക്ക് എത്താം. ഹലോ, എത്താം. ജിതിൻ കേൾക്കുന്നില്ലേ? അദ്ദേഹം മൈതാന പ്രസംഗം നടത്തുകയാണ്. ജിതിൻ ഞാൻ തിരിച്ചെത്താം. അല്ല, ഇത് ലക്ഷ്മി, ഞാൻ തിരിച്ചെത്താം. ജിതിൻ ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ ഇതിന്റെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഒരുങ്ങിയ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. 2023 ഇലക്ഷൻ കമ്മീഷൻ ആക്ട് വരുന്നത്. അതിനെ തുടർന്ന് 2024 ഡിസംബറിൽ ഇവർ 93(2)A എന്ന ആർട്ടിക്കിൾ ഇവർ അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തിട്ട് ഇവർ ചെയ്തത് ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ ഡോക്യുമെന്റും സ്വകാര്യ രേഖകളാണ്, അത് പുറത്തു കൊടുക്കേണ്ടതില്ല എന്ന് ഇവർ തീരുമാനിക്കുന്നു. 2025 മെയ് മാസത്തിലാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വെബ്കാസ്റ്റിങ്ങുകൾ, വീഡിയോഗ്രാഫികൾ, ഫോട്ടോഗ്രാഫികൾ, CCTV ഫുട്ടേജ് ഇതൊക്കെ 45 ദിവസത്തിനകം നശിപ്പിച്ചു കളയണമെന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ചരിത്രത്തിലില്ലാത്ത വളരെ വിചിത്രങ്ങളായ കാര്യങ്ങളാണ്. ഇത്തരത്തിൽ തങ്ങൾക്ക് തട്ടിപ്പ് നടത്താനുള്ളൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിട്ട്, അല്ലെങ്കിൽ തട്ടിപ്പ് മറച്ചു വെക്കാൻ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷനിൽ പറ്റിയ മിസ്റ്റേക്കുകൾ ഒരു 100 വോട്ടോ അതിനെ ചലഞ്ച് ചെയ്യാൻ എന്താണ് കഴിയാതിരുന്നത്? ഇപ്പോൾ BJP പ്രധാന ആയുധമാക്കുന്നതും അതാണ്. ഇത്രയും കാലം ഇവർ എവിടെ പോയിരിക്കുകയായിരുന്നു? ഇപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണോ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പിടിച്ച് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾ, ഈ അമെൻമെന്റ് നടത്തിയതെല്ലാം രാജ്യത്ത് എല്ലാവരും അറിഞ്ഞതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല? അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ല? ലക്ഷ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു ക്രിമിനൽ പ്രവൃത്തി നടന്നാൽ അത് ഒരല്പം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുകൊണ്ടോ? ഇവിടെ 25 കൊല്ലോ 50 കൊല്ലോ മുമ്പ് നടന്ന പൊതുവെ ഉയർത്തുന്ന ഒരു ചോദ്യം താങ്കളോട് ആവർത്തിച്ചു എന്നതേ ഉള്ളൂ. അങ്ങനെയാണല്ലോ BJP പറയുന്നത് എന്ന്. അല്ല, അത് ലക്ഷ്മി, ലേറ്റ് ബെറ്റർ ദാൻ നെവർ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇവിടെ ഇലക്ഷൻ കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ 6-7 മാസങ്ങൾക്ക് മുമ്പ് ചോദിക്കാൻ തുടങ്ങിയിട്ട് അവർ കൊടുത്തില്ല. പാർലമെന്റിൽ പ്രസംഗിക്കുന്നു, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നു, പത്രങ്ങളിൽ ലേഖനം എഴുതുന്നു. എന്നിട്ട് ഇവരെന്താ കൊടുത്തത്? ഇവിടെ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ സാധ്യമല്ലാത്ത 7 അടി നീളത്തിലുള്ള 300 കിലോ വരുന്ന ആക്രി കടലാസിന്റെ
മട്ടിലുള്ള വലിയ ഒരു പിണ്ഡമാണ് കയ്യിൽ വെച്ചു കൊടുത്തത്. അത് 6 മാസം 40 പേർ ദിനേന പണിയെടുത്ത് വേർതിരിച്ചെടുത്തിട്ടാണ് ഈ തട്ടിപ്പുകൾ, മഹാദേവ്പൂർ മണ്ഡലത്തിലെ ഈ തട്ടിപ്പുകൾ മുഴുവനും ഇവിടെ പുറത്തുവിട്ടത്. ഇത്തരത്തിൽ വ്യാപകമായിട്ട് കള്ളവോട്ടുകൾ ഇടിച്ചു കയറ്റിയിട്ടാണ് BJPക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രവർത്തിച്ചു പോരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ ലക്ഷ്മി. തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായിട്ട് നടക്കട്ടെ. BJPക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നെങ്കിൽ അവർ ജയിക്കട്ടെ, കോൺഗ്രസിനാണെങ്കിൽ അവർ ജയിക്കട്ടെ, മറ്റു പാർട്ടികൾക്കാണെങ്കിൽ അവർ ജയിക്കട്ടെ. ഇതല്ലേ ജനാധിപത്യം? ഇതല്ലേ സുതാര്യമായ, പരിഷ്കൃതമായ, സംസ്കൃതമായ, ആധുനികോത്തരമായ ഒരു പൗരസമൂഹത്തിന് യോജിച്ചൊരു ജനാധിപത്യ ക്രമം ഇതല്ലേ? ഇതിനെ ഇത്തരത്തിൽ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, ഇവിടുത്തെ BJPക്കാരടക്കമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പ്രശ്നമാണ്. ഇവർ ഇത്തരത്തിലാണ് ഇതിനെ സമീപിക്കുമ്പോൾ നമ്മൾ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് കോടതിയിൽ പോകണമെന്ന്. ഈ കോടതികളുടെ കഥ നിങ്ങൾക്ക് കേൾക്കണം. 2015 കൊളീജിയം അട്ടിമറിച്ചിട്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ കൊണ്ടുവരാൻ ഇവർ നിയമം പാസ്സാക്കിയത് പാർലമെന്റിൽ. അന്നെന്താ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും 4 ജസ്റ്റിസുമാരും എന്ന കൊളീജിയം മാറ്റി പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന 2 വിദഗ്ധര്, നിയമമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, 2 ജഡ്ജിമാർ എന്നിങ്ങനെ കമ്മീഷൻ കൊണ്ടുവന്നപ്പോൾ അന്ന് സുപ്രീം കോടതി 2015 ഏകാധിപത്യ നയങ്ങൾക്ക് ഇത്ര മുൻതൂക്കമൊന്നും വരാത്ത ഒരു രാജ്യ പരിസരത്ത് സുപ്രീം കോടതി കൃത്യമായിട്ട് ഇടപെട്ടു. ആർട്ടിക്കിൾ 124 127 വിരുദ്ധമാണ് ഈ പറഞ്ഞ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞ് കൊളീജിയത്തെ പുനഃസ്ഥാപിച്ചു. അത് കഴിഞ്ഞിട്ട് കൊളീജിയത്തോടെ എങ്ങനെയാണ് ഇവർ പെരുമാറുന്നത്? 4 ജഡ്ജിമാർ പത്രസമ്മേളനം 2018 നടത്തുന്നു. 2023 മാത്രം 30 കൊളീജിയം ശുപാർശകൾ തള്ളിക്കളയുന്നു. രണ്ടാമതും കൊളീജിയം ശുപാർശ ചെയ്താൽ അത് മാൻഡേറ്ററി ആയിട്ട് അംഗീകരിക്കണമെന്ന കീഴ്വഴക്കം കാറ്റിൽ പറക്കുന്നു. ഇപ്പോൾ ഇതാ കൊളീജിയവും സാമഭേദ ദണ്ഡങ്ങൾക്ക് വിധേയമായോ എന്ന് സംശയിക്കത്തക്ക വിധം ബോംബെ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായിട്ട് BJPയുടെ വക്താവ് വരുന്നു. അപ്പൊ ഇത്തരത്തിൽ എല്ലാ നിയമങ്ങളെയും വക്രീകരിച്ചുണ്ടാക്കുകയും കോടതികളെപ്പോലും വിഴുങ്ങത്തക്ക വിധം തങ്ങളുടെ ഫാസിസ്റ്റ് പ്രവണതകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ട് ഇവർ കോടതിയിൽ പോകാനും പരാതി കൊടുക്കാനും പറയുകയാണ്. ലക്ഷ്മി, പരാതി കൊടുത്താൽ അത് തള്ളാവുന്ന തരത്തിലുള്ള പരിസരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പരാതി അത് തന്നെയാണ് പറയുന്നത്. ഈ ലൂപ്പ് ഹോൾസിലൂടെയാണ് ഇത്തരം അട്ടിമറി നടന്നത് എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ആരോപണം. അതാണ് കേരളത്തിലടക്കം അവർ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയാണ്. ഇന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹം തൃശ്ശൂരിൽ വോട്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് പൊന്നാനിയിലും വോട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ആളുകൾ പോയി നിൽക്കുന്ന ഇടത്ത് വോട്ട് ചേർക്കാനാണെങ്കിൽ കേരളത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഈ നിലമ്പൂരിലടക്കം മുഖ്യമന്ത്രി അടക്കം എത്രയോ ദിവസം അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി. അപ്പോൾ അങ്ങനെ വോട്ട് ചേർക്കുവാൻ കഴിയും. ഒരുപക്ഷെ ലൂപ്പ് ഹോളിലൂടെ പറ്റുമായിരിക്കും, അവിടെ വീടെടുത്ത് താമസിച്ച് അങ്ങനെയൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ സംഘടിതമായ ഒരു ശ്രമം, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തന്നെയുള്ള ഒരു പരിശ്രമം നടന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 7-ാം തീയതിയും ഇപ്പോൾ ശ്രീ നൌഷാദ് അലി ഉന്നയിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഇലക്ഷൻ കമ്മീഷൻ ഈ നാട്ടിലെ 146 കോടി ജനങ്ങളുടെ ഡേറ്റ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ വഴി OCR വഴി റീഡ് ചെയ്യുന്ന ഫോർമാറ്റിൽ കൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഒരു ഫയലായിട്ട് ഇവർക്ക് കൊടുക്കണം. നിങ്ങളൊന്ന് പരിശോധിക്കും, നമ്മുടെ നാട്ടിൽ എത്രമാത്രം ഡാറ്റ പ്രൈവസിയെ സംബന്ധിച്ച് നമ്മൾ ചർച്ചകൾ വന്നിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. നിങ്ങൾ നോക്കൂ, 146 കോടി ജനങ്ങളുടെ ഡേറ്റ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ വോട്ടർമാരുടെയും ഡേറ്റ ആർക്ക് വേണമെങ്കിലും മിസ്യൂസ് ചെയ്ത തരത്തിലേക്ക് ഈ ഡേറ്റ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത് തെളിയുന്ന ഇലക്ഷൻ കമ്മീഷനാണോ? ഇത് വേണ്ട എന്ന് പറഞ്ഞത് BJP ആണോ? ഇത് വേണ്ടെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരാണോ? ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ശ്രീ നൌഷാദ് അലിക്ക് ഏത് ബൂത്തിലെ, ഈ കേരള സംസ്ഥാനത്തെ ഏത് ബൂത്തിലെ വോട്ടർ പട്ടികയാണ് PDF ഫോർമാറ്റ് വിടേണ്ടത്? അങ്ങയുടെ വാട്സപ്പ് നമ്പർ ഞാൻ അങ്ങേക്ക് വാട്സപ്പ് ചെയ്ത് തരാം. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയാൽ നമുക്ക് സാധിക്കും. ഓരോ ബൂത്തിൻ്റെയും ഡേറ്റ എടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചിട്ടല്ലേ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി 7-ാം തീയതി വാർത്താ സമ്മേളനം നടത്തിയിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കണം, രേഖാമൂലം ഞങ്ങൾ പരാതി കൊടുത്തില്ലേ? ഇവിടെ യാഥാർത്ഥ്യമാണെന്ന് അപ്പോൾ BJPക്ക് തന്നെ അറിയാം.
ജിതിൻ, അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് BJPക്ക് തന്നെ അറിയാം. കേരളത്തിൽ ഇതായാലും ഇങ്ങനെ ഉണ്ട് എന്നറിയാം. അപ്പോൾ തൃശ്ശൂരിൽ നടക്കുമ്പോൾ അത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം? ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ഇവിടെ ഒന്നും ക്രമവിരുദ്ധമായി നടന്നിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുവാൻ എങ്ങനെ കഴിയുന്നു BJPക്ക്? അങ്ങനെയാണെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടത്, അതിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? സത്യത്തിൽ BJP ആണോ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത്? നിങ്ങൾ പരാതി കൊടുത്തു, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ഞങ്ങൾ ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞോ? ഞങ്ങൾ സ്വാഗതം ചെയ്തല്ലേ? പോലീസ് അന്വേഷിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കട്ടെ. സുരേഷ് ഗോപിക്ക് നെഞ്ചുവേദനയൊന്നും വരത്തില്ല, പോലീസിനെ കാണുമ്പോൾ നെഞ്ചുവേദന വരത്തില്ല. BJP പ്രവർത്തകർ ആരും മാളത്തിൽ ഒളിക്കാൻ പോകുന്നില്ല. ഈ രാജ്യത്തെ നിയമം അനുവദിച്ച രീതിയിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പറഞ്ഞ പ്രകാരമേ ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുള്ളൂ. ഞങ്ങൾ ചേർത്ത വോട്ട് ഇലക്ഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ ERO ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഫൈനൽ പട്ടികയിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് ആ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയിട്ടുള്ളത്. ഇതെല്ലാം സത്യമാണെന്നിരിക്കട്ടെ, ആവശ്യമില്ലാത്ത ആരോപണങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്തൊക്കെയോ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ പറ്റിക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ മാധ്യമങ്ങൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഞാൻ പറഞ്ഞില്ലേ രമേശ് ചെന്നിത്തലയെ പറ്റി നിങ്ങൾക്ക് എന്തേ പരിശോധിക്കാൻ സാധിക്കാത്തത്? KB ഗണേഷ് കുമാറിന് ഈ സംസ്ഥാനത്ത് മന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് 2 സ്ഥലങ്ങളിൽ വോട്ടുണ്ടെന്ന് വരുന്നു. ഞങ്ങൾ പരാതി കൊടുത്തില്ലേ? എന്തുകൊണ്ട് ഇവർക്ക് പരാതി കൊടുക്കാൻ സാധിക്കുന്നില്ല? ഒരു വർഷം കഴിഞ്ഞ്, ഇലക്ഷനും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് ജനങ്ങളിൽ യാതൊരു ബന്ധവുമില്ല. തൊട്ടയലത്ത് താമസിക്കുന്ന ആരാന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലേക്ക് ഈ നാട്ടിലെ ഇടത് വലത് മുന്നണികൾ പോയിരിക്കുന്നു. കാരണം ഇവരെ നയിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. 4 മാസം ഇന്ത്യയിലുണ്ടെങ്കിൽ 3 മാസം ബാങ്കോക്കിൽ പോകും, 2 മാസം വിയറ്റ്നാമിൽ പോയി, ഇങ്ങനെ രാഷ്ട്രീയം ഒരു എന്താ പറയുക ഹോളിഡേ മൂഡിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്ന ഒരു നേതാവിന് പുറകിലുള്ള വിഷയങ്ങളാണിത്. നോക്കൂ, ഇവിടെ ഒരു കാര്യം കൂടി ശ്രീ നൌഷാദ് അലി പറഞ്ഞത് എന്താണ്? 140 ഇവിടെ ഞങ്ങൾ വോട്ടർ പട്ടിക ചോദിച്ചപ്പോൾ ഇത്രയും 20 അടി പൊക്കമുള്ള ഒരു പിണ്ടം എടുത്തു വന്നു. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇത്? ഈ നാട്ടിലെ ജനങ്ങളുടെ ഡേറ്റ, ഈ നാട്ടിലെ പൗരന്മാരുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന പൗരന്മാരുടെ വോട്ടർ പട്ടിക പിണ്ടമെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അപ്പം നിങ്ങൾക്ക് ഈ ജനാധിപത്യ പ്രക്രിയ വിശ്വാസമില്ല. നിങ്ങൾ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോ ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇന്ന് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ പിടിച്ചു, നിങ്ങൾ തൊട്ടുമുമ്പ് സൈന്യത്തെ പിടിച്ചു, നാളെ നിങ്ങൾ റിസർവ് ബാങ്കിനെ പിടിക്കും, അത് കഴിഞ്ഞ് നിങ്ങൾ നീതി ആയോഗിനെ പിടിക്കും. നിങ്ങൾ ഇങ്ങനെ ഈ നാട്ടിലെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ എല്ലാം വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. നോക്കൂ, രാജ്യത്തെ സുപ്രീം കോടതി പോലും ചോദിച്ചില്ലേ 2000 കിലോമീറ്റർ ചൈന നമ്മുടെ ഭൂമി കയ്യേറി എന്ന് എന്തെങ്കിലും കയ്യിലുണ്ടോന്ന് നിങ്ങളുടെ നേതാവിന്റെ അടുത്ത് ഈ നാട്ടിലെ സുപ്രീം കോടതി ചോദിച്ചില്ലേ? നിങ്ങളൊരു ഭാരതീയനാണോ എന്ന് പോലും സംശയം ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ നാട്ടിലെ പരമോന്നത നീതിപീഠം പോകുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ട് എത്ര ആരോപണങ്ങൾ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു? ഏതെങ്കിലും തെളിയിക്കാൻ സാധിച്ചോ? എത്ര മാപ്പുകൾ അദ്ദേഹം പറഞ്ഞു? ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ച് മുമ്പോട്ട് പോവുക. ഓരോ ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോവുക. ഈ നാട്ടിൽ ഇതാണ്ട് ഇരട്ട വോട്ട് സംബന്ധിച്ച പരാതികൾ BJPക്കും ഉണ്ട് എന്ന് മനസ്സിലായി. തൃശൂർ ജില്ലയിൽ ഇത്തരത്തിൽ വ്യാപകമായ പരാതികൾ വന്നപ്പോൾ മാത്രം അത് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പരാതിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തുടക്കം മുതൽ അങ്ങനെ പരാതി ഉയർന്നിട്ടുണ്ട്. 4 തവണയാണ് അവിടെ CPI പരാതി നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി മേളിലേക്ക് പോയില്ല എന്ന ആരോപണം അവർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. കൃത്യസമയത്തിന് രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ഇടപെടുകയും പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തൃശൂർ മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. മാഡം, ആകെ CPI സ്ഥാനാർത്ഥി കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ ദുരുപയോഗപ്പെടുത്തി സുരേഷ് ഗോപി വോട്ട് പിടിച്ചു. ഇതാണ് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനം. ഇവിടെ യാതൊരു തരത്തിലുള്ള പരാതി ഉയർന്നിട്ടില്ല. അവിടെ ആകെ പരാതി പറഞ്ഞത് K മുരളീധരൻ പറഞ്ഞു, എന്നെ ഇവിടെ കൊണ്ടുവന്ന് കുരുതി കൊടുത്തു. ആ പരാതി ഉന്നയിച്ചത് BJPക്കെതിരെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഈ കോൺഗ്രസ് പാർട്ടിക്കെതിരെ. അതാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ജൂൺ മാസം 4-ാം തീയതി 5-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞ് ഈ പറഞ്ഞ K മുരളീധരനും VS സുനിൽകുമാറും 75,000 വോട്ടിന് തോറ്റതിന് ശേഷം വന്നിരിക്കുന്ന ആകെ പരാതി അത് K മുരളീധരന്റെ പരാതിയാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ പരാതിയാണ്. അല്ലാതെ അന്നൊന്നും ഈ പറഞ്ഞ ഇരട്ട വോട്ടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നതിനെ സംബന്ധിച്ച് ഒരു പരാതി ഇവർ കൊടുത്തിട്ടില്ല. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആദ്യഘട്ടത്തിലൊന്നും പരാതി ഉയർത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത് ജിതിൻ. മാഡം, നൗഷാദ്, ജിതിൻ ഉന്നയിക്കുന്ന കാര്യം അതാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും തന്നെ കോൺഗ്രസ് ഈ വിധത്തിൽ ആരോപണം ഉയർത്തിയിരുന്നില്ല എന്നാണ് അവർ ഉന്നയിക്കുന്ന വാദം. അതാണ്
ലക്ഷ്മി, ഞാനിവിടെ BJP-യുടെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യത്തിൽ ഒരു പൊള്ളത്തരം ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക കൊടുത്താൽ അതൊരു ഡാറ്റ ചോരണമാകും, ഡാറ്റയൊക്കെ ലീക്കായി പോവും, അനാവൃതമാവും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഈ വോട്ടർ പട്ടിക ഇവിടെ ഇതിന്റെ 7 അടി നീളത്തിൽ ഈ 300 കിലോയിലും 500 കിലോയിലും ഒക്കെ ഇവർ കൊടുക്കുമ്പോൾ ആ ഡാറ്റ തന്നെയാണ് ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക. അപ്പോൾ കടലാസിലും PDF-ലും ഒക്കെ ഇവർക്ക് കൊടുക്കാൻ ഡിജിറ്റൽ വോട്ടർ പട്ടിക കൊടുക്കില്ല. അത് എന്തോ ഒരു ഡാറ്റ ചോരണമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ പറഞ്ഞ ആളുകളുടെ ഇടയിൽ അപമാനിതരാകുകയാണ്. അതിന് ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. കാരണം ഈ വിഷയത്തിൽ അവർക്കുള്ള വിഭവ ലഭ്യത അത്രമാത്രം തുലോം പരിമിതമാണ്, പരിതാപകരമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രേക്ഷകർ വിലയിരുത്തിക്കൊള്ളട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ലക്ഷ്മിയോട് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിയെയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെയോ സംബന്ധിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നമ്മൾ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വലിയ അബദ്ധവും അക്കിടിയും കബളിപ്പിക്കലും അമളിയൊക്കെ പറ്റിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അത് മനസ്സിലാക്കാനും ഇറങ്ങിത്തിരിക്കുക. ഇപ്പൊ ഇറങ്ങിത്തിരിച്ച സാഹചര്യത്തിൽ നമ്മൾ അനിഷേധ്യമായ തെളിവുകൾ ഈ രാജ്യത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷനും BJP-ക്കും കേന്ദ്ര ഭരണകൂടത്തിനും ധൈര്യമുണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. ഇതെല്ലാവരും ജാഗരൂകരായി ഇനിയുള്ള കാലത്ത് ചേരുന്ന ഇപ്പോൾ നിങ്ങൾ സമാഹരിച്ചിരിക്കുന്ന തെളിവുകൾ, ഈ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ക്രമക്കേടുകൾ, അതുമായി കോടതിയെ സമീപിക്കാൻ അപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ലേ ദേശീയ തലത്തിൽ? അല്ല, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ എല്ലാ മാർഗങ്ങളും അവലംബിക്കാൻ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഞങ്ങളെ മുമ്പിലുള്ള ഏറ്റവും വലിയ കോടതി എന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞാൻ ജനങ്ങളോടായി പറയുന്നത് സത്യവാങ്മൂലമായിട്ട് എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതൊരു പരാതിയായി പരിഗണിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാമെന്ന്. ഞാൻ നേരത്തെ കൊളീജിയത്തെ പറ്റി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറഞ്ഞു. നിങ്ങളിത് ED-യെ കുറിച്ചും ഇൻകം ടാക്സിനെ കുറിച്ചും അതുപോലെ തന്നെ CBI-യെ കുറിച്ചും ഒക്കെ നമുക്കിങ്ങനെ പറയാനുണ്ട്. 2019-20 കാലത്താണ് ഇവർ ED-യുടെ നിയമ രീതികൾ PMLA ആക്ട് ഒക്കെ മാറ്റി 140ഓളം കുറ്റകൃത്യങ്ങൾ അതിനകത്ത് പെടുത്തി ED-യുടെയും CBI-യുടെ ഒക്കെ മേധാവികളുടെ 2 വർഷ കാലാവധി 5 ഉയർത്തി. ഇവിടുത്തെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഭേദഗതി, അത് താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയ ആ ഭേദഗതി, അതിനെതിരെയൊക്കെ ഇത്രയും ക്രമക്കേട് നടന്നിട്ടും കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ ഇതേക്കുറിച്ച് ബോധവൽക്കരിച്ച് അവരെ ഇതിനെതിരെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ദൗത്യം. ആ ദൗത്യത്തിന്റെ പാതയിൽ ഞങ്ങൾ മുന്നേറുകയാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു 300 MP-മാർ വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ടവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലേക്കോ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പിലേക്കോ ഒരു പ്രതിഷേധം നടത്തിയ മറ്റൊരു അനുഭവം നമ്മുടെ മുമ്പിലില്ല. അപ്പൊ ഇത്തരത്തിലൊക്കെ കോൺഗ്രസ് ഈ വിഷയം സജീവമാക്കുന്നുണ്ട്. BJP-ക്കാർ വന്ധ്യംകരിച്ച അല്ലെങ്കിൽ വരിയുടച്ച് നിർത്തിയ പല സ്ഥാപനങ്ങളുടെയും മുമ്പിലേക്ക് ഈ പരാതിയായിട്ട് പോയാൽ എന്താണ് അനുഭവം എന്ന് എല്ലാവർക്കും അറിയാം എന്ന് കരുതി ഞങ്ങൾ അതിനെയൊന്നും തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ നിയമപരമായ എല്ലാ മാർഗങ്ങളും, ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയ പാർട്ടിയാണ് ഞങ്ങൾ, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ സമ്പൂർണ്ണമായി ബഹുമാനമുള്ള പാർട്ടിയാണ് ഞങ്ങൾ. ഇന്നേ വരെ അരാജകത്വത്തിന്റെ വഴിയിൽ പോകാത്ത ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾ നിയമ വഴിയിൽ തന്നെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ പോകുമെന്നാൽ അതിലുപരിയായിട്ട് ഈ രാജ്യത്തെ നിർണയിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാരുടെ മുമ്പാകെയാണ് ഞങ്ങൾക്ക് ഇത് വളരെ വികാരപരമായിട്ട് അവതരിപ്പിക്കാനുള്ളത്. ആ ദൗത്യം ഞങ്ങൾ നിറവേറ്റി തന്നെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പൂർത്തിയാക്കിയാണ്. PMLA ആക്ട് പരിഷ്കരിച്ചത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു അലോക് വർമ്മ എന്ന CBI മേധാവിക്ക് മുകളിൽ രാകേഷ് അസ്താന എന്നയാളെ സ്പെഷ്യൽ ഡയറക്ടറാക്കിയ കഥ നമ്മൾ കണ്ടതാണ്. CBI-യെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതൊക്കെ കാണുന്നത്. BBC അടക്കം റെയ്ഡ് ചെയ്ത് പൂട്ടിക്കുന്നു, ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനം റെയ്ഡ് ചെയ്ത് പൂട്ടിക്കുന്നു. കോൺഗ്രസ് പാർട്ടി 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുന്നു. 93 മുതലുള്ള ഫയലിംഗിന്റെ പിഴവിലെ ഡിമാൻഡ് നോട്ടായിട്ട് 1800-ലധികം കോടിയുടെ ആ ഡിമാൻഡ് നോട്ടീസ് ഞങ്ങൾക്ക് തരുന്നു. BJP-ക്ക് ഒന്നും കൊടുക്കുന്നില്ല.
വരുന്നില്ല, സമാനമായ പിഴവ് വരുത്തിയ പാർട്ടിയാണ്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളും നമ്മുടെ നിയമ വ്യവസ്ഥിതിയും നിയമപാലന സമ്പ്രദായവും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് വരുതിക്ക് നിർത്തിക്കൊണ്ട് സാമഭേദദാന ദണ്ഡങ്ങൾ പ്രയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത്. ഇത് 1950കളിലെ ജനസംഘത്തില് നമ്മൾ കണ്ടിട്ടില്ല. ബൽരാജ് മധേക്കും നടന്ന ഒരു വലിയ അട്ടിമറിയായാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അതിന്റെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണ് തൃശ്ശൂരിൽ നടന്നത് എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം, ആരോപണം, അവരുയർത്തുന്ന പരാതി അതാണ്. ഇതിനകത്ത് ഇടതുപക്ഷവും കോൺഗ്രസും തോളോട് തോൾ ചേർന്ന് സമരം ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ. BJPക്ക് ആകട്ടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പട്ടിക, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട്, പരക്കെയുണ്ട്. അത് അനൂപ് ആന്റണി അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം തന്നെയല്ലേ ആവശ്യം? നിങ്ങൾ എന്താണ്, സംസ്ഥാന BJP എന്താണ് ഇക്കാര്യത്തിൽ പോകുന്നത്? മാഡം, സംസ്ഥാന BJP ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയെ സംബന്ധിച്ച് കൃത്യമായ പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ജനറൽ ഇലക്ഷന്റെ വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിലൊന്നും BJPക്ക് പരാതിയില്ല. പരാതിയുള്ളവർ പരാതി കൊടുത്തതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതല്ല ഉള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം, ശ്രീ നൌഷാദ് അലി ചോദിച്ചു, വോട്ടർ പട്ടിക ഇങ്ങനെ കിട്ടിയാൽ അങ്ങനെ കിട്ടിയാൽ എന്തായിരുന്നു സാർ സ്പ്രിംഗ്ലർ അഴിമതി? എന്തിനാണ് നിങ്ങൾ കോവിഡ് രോഗികളുടെ ഡേറ്റ ചോർന്നു, ആ ഡേറ്റ ലീക്കേജ് ഉണ്ടായി എന്ന് പറഞ്ഞ് പരാതി ഉന്നയിച്ച, അല്ലെങ്കിൽ സ്പ്രിംഗ്ലറിനകത്ത് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം ആരോപണം ഉന്നയിച്ച വ്യക്തി ശ്രീ രമേശ് ചെന്നിത്തലയല്ലേ? അങ്ങ് എൻ്റെ അറിവിനെ പറ്റി ചോദ്യം ചെയ്തതിന് മുമ്പ് അങ്ങയുടെ അറിവൊന്ന് പരിശോധിക്കണം. അങ്ങയുടെ ഈ പറഞ്ഞതുപോലെ IT മേഖല കൈകാര്യം ചെയ്യുന്ന അങ്ങയുടെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അങ്ങയുടെ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് അങ്ങയുടെ വിവരം ഒന്ന് മെച്ചപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇവിടെ ആർക്കും ഉപയോഗിക്കാം. ഇവിടെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ എടുക്കാനായി കൊടുത്ത ഡാറ്റ ചോർന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട് ശ്രീജിതിൻ. അല്ല ലക്ഷ്മി, ഈ ഡാറ്റയൊക്കെ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഈ ഡാറ്റ ഇന്ന് നമ്മുടെ ലോകത്ത് അദ്ദേഹം പറഞ്ഞപ്പോ ഞാനിതെല്ലാം കേട്ടോണ്ടിരുന്നതല്ലേ? അദ്ദേഹം പറഞ്ഞതല്ലേ ഞാൻ കേട്ടോണ്ടിരുന്നത്? ന്യായമാണ്. 7 നീളത്തിൽ ഡാറ്റ കൊടുത്താൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എഡിറ്റബിൾ ഡോക്യുമെന്റ് ആണ്. നിങ്ങൾ എന്താണ് 7 നീളത്തിൽ ഡാറ്റ കൊടുക്കുന്നത്? അത് ചോർന്നു പോവില്ലേ? നിങ്ങൾ പേപ്പറിൽ കൊടുക്കുന്ന ഡാറ്റ ഡിജിറ്റലായിട്ട് തരണമെന്നേ പറയുന്നുള്ളൂ. പേപ്പറിൽ കൊടുത്താൽ ചോരാത്തത് ഡിജിറ്റലായി കൊടുത്താൽ ചോരുമെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു യുക്തി വേണ്ടേ നമ്മൾ പറയുന്ന കാര്യത്തില്? അതിനെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡാറ്റ മോഷണങ്ങളുമായിട്ടാണോ ബന്ധപ്പെടുത്തുന്നത്? പേപ്പറായി കൊടുക്കുന്ന ഡിജിറ്റലായി കൊടുക്കുന്ന സമമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് എന്തുകൊണ്ട് ഡിജിറ്റലായി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയല്ലേ? BJP ആണോ ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞത്? സുപ്രീം കോടതി. നിങ്ങൾ സുപ്രീം കോടതി പോന്നേ, എന്തേ രാഹുൽ ഗാന്ധി പോകാത്തത്? പോകാൻ പറയുന്നേ, നിങ്ങളുടെ നേതാക്കന്മാരോട് പോകാൻ പറയുന്നേ. നിങ്ങൾ സുപ്രീം കോടതി പോയി ചലഞ്ച് ചെയ്യും. സുപ്രീം കോടതി അല്ലേ പറഞ്ഞത് കൊടുക്കണ്ട? നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ടോണ്ടിരുന്നതല്ലേ? പിന്നെ നിങ്ങൾ ഇതിനിടയ്ക്ക് കൂടെ കയറി എന്തിനാണ് സംസാരിക്കുന്നത്? എനിക്ക് പറയാനുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് പിന്നെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ സുപ്രീം കോടതിയല്ലേ പറഞ്ഞു? നിങ്ങൾ സുപ്രീം കോടതി ചലഞ്ച് ചെയ്യൂ. നിങ്ങൾക്ക് പരാതിയുണ്ടോ? നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കൂ. അത് ഞങ്ങൾ പോകില്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല, അത് വന്ധ്യംകരിക്കപ്പെട്ടതാ, എന്തോ വരിയുടച്ചതാ എന്നൊക്കെ പറയും. നിങ്ങൾ പിന്നെ ആരെയാ സമീപിക്കാൻ പോകുന്നത്? സോറസിനെയോ അതോ ഐക്യരാഷ്ട്രസഭയോ? ഈ രാജ്യത്തെ നിയമത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ല. ഈ രാജ്യത്തെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസമില്ല. പിന്നെ നിങ്ങൾക്ക് ആരെ വിശ്വാസമുള്ളത്? സോറസിനെയാണോ വിശ്വാസമുള്ളത്? നിങ്ങൾക്ക് ആരെടുത്താണ് പരാതി പറയാൻ പോകുന്നത്? നിങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ലെങ്കിൽ പരമോന്നത നീതിപീഠത്തെ സമീപിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിഷയങ്ങൾ നിരത്തുന്നു, ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്ന് തോന്നുന്നു ഈ പരമോന്നത നീതിപീഠത്തെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത്.
ഞാൻ ലക്ഷ്മി ഒറ്റൊരു ചെറിയൊരു സംശയം ചോദിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ CCTV ഫുട്ടേജ്, വെബ്കാസ്റ്റിംഗ്, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇത് 45 ദിവസത്തിനകം നശിപ്പിക്കണമെന്ന് നിയമമുണ്ടാക്കി നശിപ്പിച്ച് കളഞ്ഞ ആളുകളാണ്. പിന്നെ ഇത് എവിടെ പോയിട്ടാണ് ഇത് തെളിയുക എന്ന് എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ ക്രോണോളജി നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. എല്ലാ നിയമങ്ങളും ഇവിടെ ഉണ്ടാക്കി ഒരു തരത്തിലുള്ള തട്ടിപ്പും തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് ഇവര്. ഇനി തട്ടിപ്പ് നടത്തുന്നതിന്റെ മുമ്പോ തദവസരത്തിലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ ബോധ്യം ഈ രാജ്യത്തിന് നൽകാൻ ഈ വെളിപ്പെടുത്തലുകൾ സഹായിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഈ തട്ടിപ്പ് നടക്കുകയില്ല. ഇവര് വല്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തി വേറെ വല്ല തട്ടിപ്പുമായിട്ട് വരുമ്പോൾ അത് നമുക്ക് എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. ഏതായാലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ ഇത് പറഞ്ഞതുകൊണ്ട് നിലവിലുണ്ടായ ഏറ്റവും ചെറിയ ഗുണം ഇവർ നടത്തിപ്പോരുന്ന ഈ തട്ടിപ്പ് ഇതേപോലെ പകൽക്കൊള്ളയായിട്ട് നടത്താൻ ഇവർക്കൊരു അല്പം മനഃശാഞ്ചല്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള നേട്ടം. ഇനി വല്ല പുതിയ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ജിതിൻ ദേവ് വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കാളിയായതിന്. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ഉയർത്തുന്നുണ്ട്, ആരോപണം ഉയർത്തുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം തന്നെയാണ് ആവശ്യം.